യഥാർത്ഥ പ്രണയത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? പലർക്കും പല ഡെഫിനിഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ശരിക്കും ഈ 24 മണിക്കൂറും എൻഗേജ് ചെയ്ത് നിർത്തുന്നതാണോ പ്രണയത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ? അല്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് അവരോട് സ്നേഹം തെളിയിക്കാൻ വേണ്ടി ഫിസിക്കലായിട്ട് എപ്പോഴും അയാളെ പിടിച്ചടുത്തിരുന്നാണോ ആ പ്രണയം? ഇതൊന്നുമല്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് കുറവുകൾ ഒരാൾക്കുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുറവുകളെല്ലാം ഭയങ്കര അത്ഭുതങ്ങളായിട്ട് കാണുന്നിടത്താണ് ശരിക്കും പ്രണയങ്ങൾ തുടങ്ങുന്നത്, അല്ലേ? ശരിക്കുള്ള യഥാർത്ഥ പ്രണയത്തിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ അതാണ്. എല്ലാം അവിടെ പോസിറ്റീവ്നെസ് മാത്രമേ രണ്ടുപേരും കാണാൻ കഴിയത്തുള്ളൂ. 1000 പേര് അല്ലെ ഒരു കോടി ആൾക്കാരുടെ ഇടയ്ക്ക് ഒത്രയും വലിയ ഒരുപാട് ആൾക്കാരുടെ സൗന്ദര്യത്തിന്റെ ഇടയ്ക്ക് ഇയാളെ മാത്രം അല്ലെങ്കിൽ അയാളെ മാത്രം നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നിടത്താണ് നമ്മൾ പ്രണയം. എല്ലായിടത്തെയും പ്രണയം വരുന്നത് അങ്ങനെ തന്നെയാണ്. കവികൾ കവിതയാക്കുന്നത് പോലും ആ ഒരു പ്രണയിനിയെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ്. അപ്പം 1 കോടി ആൾക്കാർ അല്ലെങ്കിൽ അയാൾ ലോകത്ത് മൊത്തം കാണുന്ന ആൾക്കാരെ കാട്ടിലും എന്തൊക്കെയോ ഹൈലൈറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് അയാൾ സ്നേഹിക്കുന്ന ആ പെണ്ണോ അല്ലെ ആണിനോ. അപ്പോൾ അത് തന്നെയാണ് പ്രണയത്തിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് വരുന്നത്. അപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പം വിചാരിക്കും ഇത് പ്രണയം തന്നെ ആയിരുന്നോ എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പം ചില ജീവിതങ്ങളിലേക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? കൂടുതൽ നമ്മൾ എൻഗേജ്മെന്റ് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് പ്രണയത്തിന്റെ സമയത്ത് ആദ്യം